ഹലോ മുത്തുകളെ സുത്തുകളെ കരളുകളെ കുളികളെ പഞ്ചാര കുഞ്ചുകൾ അറക്കലിൻ്റെ മനക്കിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലാമാർക്കിസം. എന്താ ടോപ്പിക്കിൻ്റെ പേര്? ലാമാർക്കിസം. അപ്പോൾ ലാമാർക്കിസം വളരെ സിമ്പിളാണ്, കൂടുതലൊന്നും ചിന്തിക്കാനൊന്നുമില്ല. വളരെ സിമ്പിളായുള്ള ഒരു എവല്യൂഷൻ തിയറിയാണ് ഇത് ലാമാർക്കിസം. അപ്പോൾ എന്താണ് എവല്യൂഷൻ തിയറി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പല കുട്ടികൾക്കും ഇപ്പോഴും അറിയുന്നുണ്ടാവില്ല. അത്തരത്തിലുള്ള കുട്ടികളോടാണ് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. അതായത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന എവല്യൂഷൻ തിയറികൾ എന്താ സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പണ്ട് ഭൂമി ലോകത്ത് വളരെ വളരെ കുഞ്ഞു പാവപ്പെട്ട ചെറിയ വെറും ഒരു കോശം മാത്രമുള്ള പ്രൊക്കാരിയോട്ടിക് ഓർഗാനിസംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഓർഗാനിസംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നും ഇന്ന് ലോകത്ത് വൈവിധ്യമാർന്ന ആന, പട്ടി, പൂച്ച, പാമ്പ്, കുതിര അങ്ങനെ ഒരുപാട് ജീവികൾ ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് വളരെ ഒരു കുഞ്ഞു ജീവിയിലുള്ളൂ. ആ കുഞ്ഞു ജീവിയിൽ നിന്നും ഇന്ന് കാണുന്ന ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന ജീവജാതികൾ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് എവല്യൂഷൻ തിയറി. അത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് വന്നത്. അപ്പോൾ എവല്യൂഷൻ അല്ലെങ്കിൽ ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഭവിച്ചു. ആ മാറ്റങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് എവല്യൂഷൻ തിയറികൾ ഓരോന്നും ഡിസ്കസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള രണ്ട് തിയറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഡാർവിനിസം, രണ്ട് ലാമാർക്കിസം. അപ്പോൾ ലാമാർക്കിസം എങ്ങനെയാണ് എവല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാ പിടിച്ചോളൂ. അതായത് ആദ്യം പഠിക്കേണ്ട പോയിന്റ്, ലാമാർക്കിസം കണ്ടെത്തിയത് അല്ലെങ്കിൽ ലാമാർക്കിസം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. അതാ ലാമാർക്ക് കണ്ടെത്തിയത് കൊണ്ട് ലാമാർക്കിസം, ഡാർവിൻ കണ്ടെത്തിയത് കൊണ്ട് ഡാർവിനിസം, അറക്കൽ കണ്ടെത്തിയാൽ അറക്കലിസം. എന്ത് ചെയ്യാൻ അല്ലേ? പോട്ടെ. അപ്പോൾ ലാമാർക്ക് കണ്ടെത്തിയത് ലാമാർക്കിസമാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ ലാമാർക്കിസം എന്ന് പറയുന്ന ഈ ഒരു തിയറി ഓൾസോ നോൺ ആസ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടേഴ്സ്, അതായത് സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തം എന്നറിയപ്പെടുന്നു. ഒരു വൃത്തികെട്ട പേരില്ലേ, ഒന്നും ചെയ്യാല്ല, പഠിക്കാന്നില്ല, വേറെ നിവൃത്തിയൊന്നുമില്ല. ഇതാ പിടിച്ചോളൂ. അതായത് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ക്യാരക്ടർ. ഞാൻ പറഞ്ഞു തരാം. ഏതായാലും ഈ തിയറി എന്ത് ചെയ്യുന്നു, തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തം എന്നും അറിയപ്പെടുന്നു. അതും പഠിച്ചു വെക്കുക. ആ രണ്ട് പോയിന്റ് പഠിച്ചു വെക്കുക. ഇനി ഈ തിയറി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇതാ പിടിച്ചോളൂ. അതായത് ഒരു ജീവി ആ ജീവിന്റെ ലൈഫ് സ്പാനിൽ ഒരു ക്യാരക്ടർ അക്യൂർ ചെയ്തെടുക്കും. അതാണെന്ത്? അക്യൂർഡ് ക്യാരക്ടർ. ഒരു ജീവി ആ ജീവിന്റെ ജീവിത കാലഘട്ടത്തിൽ സ്വന്തമായിട്ടൊരു സ്വഭാവം ആർജിച്ചെടുക്കും. അതാണെന്ത്? സ്വയാർജിത സ്വഭാവം. അതായത് ഒരു ജീവി ആ ജീവിന്റെ ജീവിത കാലഘട്ടത്തിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്തു അറിയോ, ഞാനൊരു ജീവിയാണല്ലോ, ഞാൻ എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഞാൻ നീന്തൽ പഠിച്ചു. നീന്തൽ ഓക്കെ, അതെന്താണ്? ഒരു സെൽഫ് അക്യൂർഡ് ക്യാരക്ടറാണ്. അത് ഞാൻ എൻ്റെ ലൈഫ് സ്പാനിൽ ഞാൻ അക്യൂർ ചെയ്തെടുത്ത ക്യാരക്ടറാണ്. അല്ലാതെ ഞാൻ ജനിക്കുമ്പോൾ തന്നെ എനിക്ക് നീന്താൻ അറിയോ? ഇല്ല. ഓക്കെ, ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ലൈഫ് സ്പാനിൽ എന്ത് ചെയ്തു, ഞാൻ വണ്ടി ഓട്ടാൻ പഠിച്ചു. അതെന്താണ്? ഒരു സെൽഫ് അക്യൂർഡ് ക്യാരക്ടറാണ്, ഒരു സ്വയം ആർജിച്ചെടുത്ത സ്വയാർജിത സ്വഭാവമാണ്. കാരണം ഞാനത് എൻ്റെ ലൈഫ് സ്പാനിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത ക്യാരക്ടറാണ്. അല്ലാതെ ഞാൻ ജനിക്കുമ്പോൾ തന്നെ എനിക്ക് വണ്ടി ഓട്ടാൻ അറിയോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഈ സ്വയാർജിത സ്വഭാവം അല്ലെങ്കിൽ ലൈഫ് സ്പാനിൽ സ്വന്തമായിട്ട് അക്യൂർ ചെയ്തെടുക്കുന്ന ഈ സെൽഫ് അക്യൂർഡ് ക്യാരക്ടർ എന്ത് ചെയ്യുന്ന അറിയോ, അത് നെക്സ്റ്റ് ജനറേഷന് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ആ ജീവിക്ക് അത് കിട്ടി. ഇനി ആ ജീവിയുടെ ജീവിത കാലഘട്ടത്തിൽ വേറൊരു സെൽഫ് ക്യാരക്ടർ എന്ത് ചെയ്യും, അക്യൂർ ചെയ്തെടുക്കും. അതും കൂടി നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ജനറേഷനിലുള്ള കുട്ടിക്ക് രണ്ട് സെൽഫ് അക്യൂർഡ് ക്യാരക്ടർ കിട്ടും. എന്നിട്ട് ആ ജീവിന്റെ ജീവിത കാലഘട്ടത്തിൽ വേറൊരു സെൽഫ് അക്യൂർഡ് ക്യാരക്ടർ എന്ത് ചെയ്യും, അച്ചീവ് ചെയ്തെടുക്കും. എന്നിട്ട് അതും കൂടി അതിൻ്റെ അപ്പുറത്തുള്ള നെക്സ്റ്റ് ജനറേഷൻ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോയി കഴിഞ്ഞാൽ, ഒരുപാട് കാലം കഴിഞ്ഞാൽ അവസാനമുള്ള ജീവിക്ക് ഒരുപാട് സെൽഫ് അക്യൂർഡ് ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അവസാനമുള്ള ജീവിക്ക് ഒരുപാട് സ്വയാർജിത സ്വഭാവങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ആദ്യമുള്ള ജീവിക്ക് എത്ര ഉണ്ട്? ഒറ്റൊന്ന്. അപ്പൊ ആദ്യമുള്ള ജീവിയും അവസാനമുള്ള ജീവിയും നല്ല വ്യത്യാസം ഉണ്ടാവില്ലേ? ആദ്യമുള്ള ജീവിയും അവസാനമുള്ള ജീവി അപ്പൊ നല്ല വ്യത്യാസം ഉണ്ടാവില്ലേ? ഒബ്വിയസ്ലി ഉണ്ടാവും. കാരണം ആദ്യമുള്ള ജീവിക്ക് വെറും ഒരൊറ്റ സെൽഫ് അക്യൂർഡ് ക്യാരക്ടർ ഉള്ളൂ. പക്ഷെ അവസാനമുള്ള ജീവിക്ക് ഒരുപാട് സെൽഫ് അക്യൂർഡ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇയാളും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇയാള് വേറെ തന്നെ ഒരു ജീവിയായി മാറുത്രേ. എമർജൻസ് ഓഫ് ന്യൂ ഓർഗാനിസം, ഒരു പുതിയ ജീവിയുടെ ഉത്ഭവം ഉണ്ടാവും. ഇതാണ് ആര് എക്സ്പ്ലെയിൻ ചെയ്തത്? ലാമാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത ലാമാർക്കിസം. സെൽഫ് അക്യൂർഡ് ക്യാരക്ടേഴ്സ് ജനറേഷൻ ടു ജനറേഷൻ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് എമർജൻസ് ഓഫ് ന്യൂ ഓർഗാനിസം, പുതിയ ജീവിയുടെ ഉത്ഭവം ഉണ്ടാവും. ഇതാണ് ലാമാർക്ക് പറഞ്ഞത്. ഇതിന് മുമ്പ് തെളിവായിട്ട് പറഞ്ഞതാണ് രസം. എന്താ തെളിവിതാണ്. അതായത് പണ്ട് കാലത്ത് നീളം കുറഞ്ഞ കഴുത്തുള്ള ജിറാഫ് ഉണ്ടായിരുന്നത്. ഷോർട്ട് നെക്ക് നീളം കുറഞ്ഞ കഴുത്തുള്ള ജിറാഫ്. പിന്നീട് എന്ത് ചെയ്തു, ഒരു വരൾച്ചക്ക് വന്നു.
അതായത് ഭക്ഷണ ദൗർലഭ്യം നേരിട്ടു. ഇതാ സ്കെയേഴ്സിറ്റി ഓഫ് ഫുഡ് അല്ലെങ്കിൽ ഫുഡ് സ്കെയേഴ്സിറ്റി നേരിട്ടപ്പോൾ സ്വാഭാവികമായിട്ടും മരത്തിൻ്റെ മുകളിലുള്ള ചില്ലകളിൽ കുറച്ച് ഒരു പൊട്ടും പൊടിയായിട്ട് കുറച്ച് ഇലകളുണ്ട്, താഴെയുള്ള പുല്ലുകളൊക്കെ ഉണങ്ങിപ്പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കഴുത്തിൻ്റെ നീളം കുറഞ്ഞ ജിറാഫുകൾ ഉണ്ടല്ലോ, അവർക്ക് പിന്നെ ഭക്ഷിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? ഇല്ല, കാരണം താഴെയുള്ള പുല്ലൊക്കെ ഉണങ്ങിപ്പോയി. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ സ്വന്തമായിട്ട് ഇങ്ങനെ റിസ്ക് എടുത്തു. ഇതങ്ങനെ അവരെന്ത് ചെയ്തു? സെൽഫായിട്ട് അവരുടെ എന്താണ് കഴുത്തെന്ത് ചെയ്തു? സ്ട്രെച്ച് ചെയ്തു. സ്ട്രെച്ചസ് ഇറ്റ്സ് നെക്ക്, അവരുടെ കഴുത്തെന്ത് ചെയ്തു? അവർ നീട്ടി. അങ്ങനെ നീട്ടി പിന്നീട് എന്ത് ചെയ്തു? അവരുടെ കഴുത്തിൻ്റെ നീളം കൂടി. അങ്ങനെയാണ് എന്ത് ചെയ്തത്? ജിറാഫിൻ്റെ കഴുത്തുകൾക്ക് നീളം കൂടിയത്. അതൊരു സെൽഫ് അക്യൂർഡ് ക്യാരക്ടറാണ്, സ്വയം ആർജിച്ചെടുത്ത ക്യാരക്ടറാണ്. അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുണ്ടായത്? പണ്ട് നീളം കുറഞ്ഞ കഴുത്തുള്ള ജിറാഫിൽ നിന്നും നീളം കൂടിയ കഴുത്തുള്ള ജിറാഫിലേക്ക് മാറിയത് എന്നാണ് ആര് പറഞ്ഞത്? ലാമാർക്ക് പറഞ്ഞത്. ഇതാണ് ലാമാർക്കിസത്തിന്റെ ഉദാഹരണമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, പക്ഷേ ഈ തിയറി സയൻസ് തള്ളിക്കളഞ്ഞു. ഒരാൾക്ക് സെൽഫ് അക്യൂർഡ് ക്യാരക്ടർ ഉണ്ടാവും, അത് ജനറേഷൻ ടു ജനറേഷൻ ട്രാൻസ്ഫർ ചെയ്യും, അങ്ങനെ ഒരു പുതിയ ജീവി ഉണ്ടാകും എന്ന് പറയുന്ന ലാമാർക്കിസം എന്ന് പറയുന്ന ഈ തിയറി സയൻസ് എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. വൈ എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു? കാരണമുണ്ട്. എടാ അപ്പം നിങ്ങളങ്ങ് വിചാരിക്കും ജിറാഫിൻ്റെ കഴുത്തിന് നീളം കുറഞ്ഞു, അതൊക്കെ ഒരു പൊട്ടത്തരമല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കും തള്ളിക്കളഞ്ഞത്. അല്ല, അതുകൊണ്ടല്ല. അതായത് സെൽഫ് അക്യൂർഡ് ക്യാരക്ടേഴ്സ് മേ ബി ഉണ്ടാവാം. ഇപ്പം നമ്മളെന്ത് ചെയ്യുക? നമ്മളിങ്ങനെ റാക്കുമലൊക്കെ തൂങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മേ ബി കുറച്ചൊരു പൊടിക്ക് നീളമൊക്കെ കൂടാം, മേ ബി അങ്ങനെ സംഭവിക്കാം. പക്ഷേ ഈ സെൽഫ് അക്യൂർഡ് ക്യാരക്ടേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല? ഇൻഹെറിറ്റഡ് ആവില്ല. അത് പാരമ്പര്യമായിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല? കൈമാറ്റം ചെയ്യാൻ കഴിയില്ല. ഇപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ ലൈഫ് സ്പാനിൽ ഞാൻ നീന്തൽ പഠിച്ചു എന്ന് കരുതിയിട്ട് എൻ്റെ കുട്ടി നീന്തൽ പഠിക്കണമെന്നുണ്ടോ? ഇല്ല. കുട്ടി സെപ്പറേറ്റ് എന്ത് ചെയ്യണം? നീന്തൽ പഠിക്കണം. ഞാൻ വണ്ടി ഓട്ടാൻ പഠിച്ചു എന്ന് കരുതിയിട്ട് എൻ്റെ കുട്ടി വണ്ടി ഓടിക്കാൻ പഠിക്കണമെന്നുണ്ടോ? ഇല്ല. കുട്ടി സെപ്പറേറ്റ് പഠിക്കണം. സെൽഫ് അക്യൂർഡ് ക്യാരക്ടേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ജനറേഷൻ ടു ജനറേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ തിയറി എന്ത് ചെയ്തു? സയൻസ് മുളയിലേ നുള്ളിക്കളഞ്ഞു, പുച്ഛിച്ചു. അതെ, അക്യൂർഡ് ക്യാരക്ടേഴ്സ് ഡു നോട്ട് ഇൻവോൾവ് ചേഞ്ച് ഇൻ ദ ജനറ്റിക് സ്ട്രക്ചർ അതൊരു ചേഞ്ചും വരുത്തുന്നില്ല. അല്ലെങ്കിൽ എന്താണ്? ദാറ്റ്സ് നോട്ട് ഇൻഹെറിറ്റഡ്, അതെന്ത് ചെയ്യുന്നില്ല? പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. സ്വയാർജിത സ്വഭാവങ്ങൾ ജീവിയുടെ ജനിതഘടനയിൽ യാതൊരുവിധ മാറ്റങ്ങളും വരുത്തുന്നില്ല. അതല്ലെങ്കിൽ അത് പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. ഈ ആൻസറാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. എന്തിന്? ലാമാർക്കിസം എന്തുകൊണ്ട് അംഗീകരിക്കപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ ഈ ആൻസർ എന്ത് ചെയ്യുക? എഴുതി കൊടുക്കുക. അപ്പോൾ ലാമാർക്കിസം പൂർണ്ണമായി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ മനസ്സിലായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വർഷത്തെ ഓണപരീക്ഷയും ഈ വർഷത്തെ SSLC പരീക്ഷയും നമുക്ക് കിടുക്കാച്ചിയാക്കണം. സോ സീ യു സൂൺ. നിങ്ങളുടെ സ്വന്തം അറക്കൻ.